ഗൈസ്, ഇന്ന് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം. ഒരു സ്റ്റാർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ് ആൻഡ് നമുക്കിന്ന് ഒന്നും കൂടി ഉണ്ടാക്കാം. ഈ ക്രിസ്മസ് ടൈമിലല്ലേ ഇങ്ങനെ സ്റ്റാറും ട്രീയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ടൈമിൽ കുറച്ച് സ്റ്റാർസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. എനിക്കെന്തായാലും അത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ സ്റ്റാർ ഉണ്ടാക്കിയ പോലെ A4 ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ 20 A4 ഷീറ്റാണ് യൂസ് ചെയ്തത്. ഇന്ന് നമ്മൾ വെറും 5 A4 ഷീറ്റാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനേക്കാളും പെട്ടെന്ന് ഇതുണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇതാ ഇങ്ങനെ കോണാക്കി മടക്കിയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ സ്റ്റാറിൽ നമ്മൾ ഒട്ടിച്ചില്ലേ, അതേപോലെ ഉള്ളൊട്ടാൻ പാടില്ല. ഇതേമാതിരി ഗ്യാപ്പ് വേണം ഉള്ളിൽ ഫുള്ള്. ഇനി നമുക്കിതിൻ്റെ ഈ അടിയിലത്തെ പോർഷൻ ആവശ്യമില്ല. സോ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. സിസർ വെച്ചിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്കെയിലെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. വലിയ ഷീറ്റൊക്കെ ആണെങ്കിൽ 5-6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഞാനിവിടെ A4 ഷീറ്റ് ആയതുകൊണ്ട് 4 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 2 സൈഡിലോട്ടും ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. 2 സൈഡും നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഒരു സ്കെയിലെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെറിയൊരു ട്രയാങ്കിൾ പോലെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇനി അതും കൂടെ കട്ട് ചെയ്യണം. ബിക്കോസ് ആ ഒരു പോർഷനും കൂടി നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിൻ്റെ 2 എഡ്ജസിലും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മടക്കി കൊടുക്കണേ. ഒരു ഭാഗം മടക്കിയത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് രണ്ടാമത്തെ ഭാഗം മടക്കിയത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇനി ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാനൊരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണേ. 2 സൈഡും അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡും കൂടെ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പേപ്പർ പഞ്ചർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിലോ ഇഷ്ടമുള്ള സ്ഥലത്തോ ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഞാൻ എന്തായാലും ഹോളിട്ട് കൊടുത്തത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പേപ്പേഴ്സും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യാം. ഈ അടിയിൽ നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്യാണ്ട് വെച്ചില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത് ഓപ്പോസിറ്റുള്ള സ്റ്റാറിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. അതൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു ത്രെഡും കൂടി എടുത്തിട്ട് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ത്രെഡ് 2 അറ്റവും ഈ ടൂത്ത് പിക്കിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഹോൾ ഇട്ടില്ലേ, ആ ഹോളിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ലോക്കായിട്ട് തന്നെ നിൽക്കും. ഇനി നമ്മുടെ സ്റ്റാർ എല്ലാ പണിയും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നൂർത്താവുന്നതാണ്. 2 സൈഡും ഇങ്ങനെ ത്രെഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ത്രെഡ് തന്നെ മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ട് വരും. ആൻഡ് ലൈറ്റും കൂടി ഇടാം. എന്നിട്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.